ഹായ്, ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു കിടിലൻ കറിയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് അതിലേക്ക് സവാള ഇട്ട് കൊടുക്കുക. ഇങ്ങനത്തെ ഇതേപോലെ ചെറിയ സവാളകളാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. വറുത്തെടുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. എന്നിട്ട് ആ ചീനച്ചട്ടിയിൽ തന്നെ എണ്ണ ഉണ്ടെങ്കിൽ അത് മാത്രം മതി, അല്ലെങ്കിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ളു ജീരകം പൊട്ടിയതിന് ശേഷം സവാള ചേർത്ത് കൊടുക്കുക. സവാള ചെറിയ കഷ്ണങ്ങളാക്കിയത് ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഈ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായിട്ട് വഴറ്റണം. നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചസ്വാദ് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇത് നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് അരച്ച് വച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കുക. തൈര് ചേർത്തിട്ടും നന്നായിട്ട് വഴറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഈ സവാളയും കൂടി ഇട്ട് കൊടുക്കുക. വറുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതൊരു 10 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. ഇപ്പോൾ ഇത് വെള്ളമൊക്കെ പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കസൂരി മേത്തിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബായ്. താങ്ക് യു.